ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി കേട്ടോ. ചെമ്മീൻ പൊടി ഇല്ല, നമ്മൾ ചെറിയ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന അതിൻ്റെ ചെമ്മീൻ പൊടിൻ്റെ ചമ്മന്തിയാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരു 4-5 കായ്മുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവൊന്നും കൂട്ടരുത്, അപ്പോൾ നമ്മൾ ചെമ്മീൻ പൊടിൻ്റെ ടേസ്റ്റൊക്കെ പോട്ടോ. അപ്പോൾ നമ്മൾ അതൊരു ഉണങ്ങിയ പാനിലിട്ടുകൊണ്ട് ഒന്ന് എണ്ണ ഒന്നും ചേർക്കാണ്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പെട്ടെന്ന് എന്താ പറയുക, സ്മെല്ലൊക്കെ മാറി വരും. ചെമ്മീൻ കൂടുതൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ട് എല്ലാവരും. എന്നിട്ട് ഒരു മിക്സിയിലെ ജാറെടുക്കുക. ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് കേട്ടോ. പുളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി തോല് വലിച്ചുകൊണ്ട് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ പൊടിയും അതുപോലെ തന്നെ കായ്മുളകും കൂടി മിക്സ് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടി, ഞാൻ അരമുറി തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത്, ബാക്കിയുള്ള തേങ്ങ കൂടി അതിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സിയിൽ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർക്കാണ്ട് നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ നമുക്കിത് ആവശ്യത്തിന് കുറച്ച് പുറത്ത് വെച്ചിങ്ങനെ കൂട്ടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ സാധനമാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, അമ്മിമലൊക്കെ ഇട്ടുകൊണ്ട് ഇതുപോലെ ചോറൊന്നുമില്ല, അതുപോലെ ചൂടുള്ള ചോറ് ആ മിക്സിൻ്റെ ജാറിലിട്ട് തിന്നുമ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ.